SIT-യിൽ ഇപ്പോൾ CPM വലിയ സ്വാധീനമുള്ള 2 CI-മാരെ ഇത് ചോർത്തുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയെന്നാണ് പറയുന്ന ആരോപണം പ്രതിപക്ഷ നേതാവും ഉന്നയിച്ചിട്ടുണ്ട്. ഞാനും ആ വാർത്ത കണ്ടു. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇക്കാര്യങ്ങളൊക്കെ നിഷ്പക്ഷമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ആയിരിക്കണം ഉണ്ടാകേണ്ടത്. വെങ്കടേഷ് നല്ലൊരു ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തിനോടൊപ്പമുള്ള ടീമിനും വലിയ കുഴപ്പമില്ല. പക്ഷെ പുതുതായി എടുത്തവരെ പറ്റി എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കേണ്ടതാണ്. നിഷ്പക്ഷവും നീതിപൂർവ്വം എന്ന നിലയിൽ സർവീസിൽ പ്രവർത്തിക്കുന്ന മിടുക്കന്മാരായ ഉദ്യോഗസ്ഥന്മാരെയാണ് ഇവിടെ വെക്കേണ്ടത്. അല്ല, വഴിതിരിച്ചു വിടാൻ നടക്കത്തൊന്നുമില്ല. കാരണം ഇത് കോടതിയുടെ നിയന്ത്രണത്തിലുള്ളതാണ്. അങ്ങനെ വിചാരിച്ചാൽ ഒന്നും സംഭവിക്കില്ല. യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അല്ല, അവർക്കിപ്പോൾ ജനങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവർക്കൊരു തെറ്റും പറ്റിയിട്ടില്ല. ശബരിമല ഏശിയിട്ടില്ല, പിന്നെ ഭരണവിരുദ്ധ വികാരമില്ല, ജനങ്ങൾ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ സംതൃപ്തരാണ്. ഇതെല്ലാം അവർക്കൊരു കുഴപ്പമില്ല. ജനങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടായതോ? CPI പറയുന്നൊന്നും അവർ അംഗീകരിക്കില്ലല്ലോ. ക്യാപ്റ്റനെ പറ്റി പോലും പറഞ്ഞ് അംഗീകരിക്കുന്നില്ലല്ലോ. അപ്പോൾ CPI പറയുന്നതല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ബോധ്യമുണ്ട്, ഞങ്ങൾക്കൊരു തെറ്റും പറ്റിയിട്ടില്ല, ജനങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, അതുകൊണ്ട് ജനങ്ങൾ തിരുത്തണം എന്നാണ്. പക്ഷേ അടൂർ പ്രകാശിന്റെ പേര് കൂടി ഇതിലേക്ക് ഏത് കാര്യത്തിൽ? അല്ല, അതിപ്പം പലതരത്തിൽ ആളുകളെ ഇറക്കാൻ നോക്കും. അടൂർ പ്രകാശിന് എന്ത് ബന്ധമുള്ളത്? എനിക്കറിയാം ഒരു ബന്ധമുണ്ടത്. അവിടുത്തെ MP എന്നുള്ളതിലെ വല്ല പരിപാടിയിലോ വല്ല സംഭവം അദ്ദേഹം പങ്കെടുത്ത് കാണും. അല്ലാതെ അടൂർ പ്രകാശുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയുമില്ല.